നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആലോകിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനും അനന്തനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഓഫീസിനകത്ത് അത്യാവശ്യം ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ലോകം കൂടെ ചെല്ലേണ്ട കാര്യമായിരുന്നു. പക്ഷെ അച്യുതൻ തനിച്ചാ ചെല്ലുന്നത്. പിന്നീടാണ് അനന്തൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല, വീട്ടിലോ അവനെ കണ്ടില്ല, വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനന്തം പറഞ്ഞു, അവന് പിന്നെ എവിടെ പോകാനെന്ന് ചോദിച്ചു. അതറിയില്ല, ഇനി എന്തേലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടോന്ന് അറിയില്ല അനന്തേട്ടാ. ഇന്നലെ ആണെങ്കിൽ അവന്റെ കവിളത്ത് പാടുണ്ടായിരുന്നൊക്കെ രാജശ്രീ പറയണേ. കവിളത്ത് പാടുണ്ടായിരുന്നോ? അതെ, അവൾ ഇന്ന എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞ് അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു ഭിത്തിയിൽ മുഖം ഇടിച്ചാന്ന് പറഞ്ഞു. പക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാജശ്രീക്ക്. എന്നിട്ട് ഇതൊക്കെ ഇപ്പോഴാണോ അച്യുത പറയണെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പോലും ഇപ്പോഴല്ലേ അറിയണത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അനന്തന് അലോകിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് ദേവമംഗലത്ത് എല്ലാരും എന്ന് പറഞ്ഞാൽ ബാലനും ഗോമതിയും സുകന്യയും ഒക്കെ അലോകിന്റെ അടുത്ത് നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം അവർ നിൽക്കുന്ന സമയത്താണ് അലോകിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. പെട്ടെന്ന് ബാലൻ അത് കണ്ടു. ബാലൻ നോക്കിക്കഴിഞ്ഞപ്പോ അനന്തനെ വിളിക്കണേ. ഡിസ്പ്ലേയിൽ അനന്തന്റെ ഫോട്ടോയും പേരും കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കാര്യം മനസ്സിലായി. അനന്തൻ വിളിച്ചുകൊണ്ടിരിക്കുക. അനന്തൻ വിളിച്ചിട്ടും കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനന്തൻ പറഞ്ഞു, അവനിനി എന്തേലും വല്ല തിരക്കിലും പെട്ടുപോയ വല്ല ഫ്രണ്ട്സിനോടൊപ്പം ആഘോഷിക്കുകയാണെന്ന് അറിയത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അവരവരുടെ ജോലി തുടരുവാണ്. ആ സമയത്ത് ബാലൻ ഇങ്ങനെ ആലോചിച്ചു, ഈ ഫോണ്, കാരണം ഇത് ഫോണ് ഇനിയിപ്പോൾ ആരുടെയും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. പെട്ടെന്ന് തന്നെ കോമതിയോട് പറഞ്ഞു, ഈ ഫോൺ മാറ്റിയേക്കാൻ പറഞ്ഞു. ഈ ഫോൺ ഇനി ആരും ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും വിളിക്കും, അതുകൊണ്ട് ഫോൺ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാണ്. ഇത് അപകടമാണ് ഈ ഫോണ്. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എന്ത് ചെയ്യും ബാലേട്ടാന്ന് ചോദിച്ചു. ബാലൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം മീനുമാണ് തലക്കടിച്ചിരിക്കുന്നത്. ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്ന അറിയത്തില്ല. ബാലൻ പതുക്കെ അലോകിന്റെ അടുത്തേക്ക് ചെന്നു. അലോകിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ ബാലൻ തോന്നി അവന് ഇത്തിരി ശ്വാസം ഉണ്ടെന്ന് തോന്നുവാണ്. ആ സമയം ബാലൻ പറഞ്ഞു, ഗോമതി, ഇവന് ശ്വാസം ഉണ്ടെന്നാ തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതിക്ക് ഒരു ആശ്വാസമൊക്കെ ആയി. അതുപോലെ തന്നെ സുകന്യയ്ക്കും അനുസരിക്കും. കാരണം അവരെല്ലാം വിചാരിച്ചോണ്ടിരുന്നെ അലോകം മരിച്ചെന്നാ വിചാരിച്ചോണ്ടിരുന്നെ. അലോകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സറിയും. ബാലൻ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മളല്ലാതെ വേറെ ആരും അത് അറിയാൻ പാടില്ല. സുകന്യയും ചട്ടം കിട്ടി. ഇവന്റെ തലക്കിട്ട് അടിച്ചത് ആ മീനാക്ഷിയാന്നുള്ള കാര്യം പുറത്താരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല ബാലേട്ട, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. സുകന്യ പോലും ഞെട്ടി പറിച്ച് നിൽക്കുകയാണ്, തന്റെ കള്ളത്തരം പിടിക്കപ്പെടുവോന്ന്. പിന്നീട് അനുമോളോട് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അനുമോൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ സുകന്യയെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല അനുമോള്. സുകന്യ ഒറ്റ കൊടുത്തതുമില്ല. ആ സമയത്താണ് ഗോമതി പറയണേ, ബാലേട്ട, ദേവിമോളുടെ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ഗോമതി മീനാക്ഷിയെ വിളിക്കുന്നുണ്ട്. മീനാക്ഷിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി കഴിയുമ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അമ്മേ, ഇവിടെ എങ്ങനെയാ എന്തൊന്നും അറിയത്തില്ല, ഡോക്ടർ ഒരു ഉറപ്പും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതിക്ക് ടെൻഷനായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആനന്ദേട്ടൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആനന്ദേട്ടൻ ആകപ്പാടെ സമനില തെറ്റിയ മട്ടില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കോള് കട്ട് ചെയ്തിട്ട് ഗോമതി പറഞ്ഞു, ബാലേട്ട, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ദേവിമോൾക്ക് എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല, കുഞ്ഞിന്റെ കാര്യത്തിൽ സംശയമാണെന്നാ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലിനും ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, അല്ല, ഇവന്റെ കാര്യം ഞങ്ങൾ രണ്ടും ഇവിടെ ഇരിക്കാം, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ല, അവിടെ എന്താ ഏതാ എങ്ങനെയാന്നും അറിയത്തില്ലല്ലോ. ബാലൻ പറഞ്ഞു, അതെ, ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ഇവന് ബോധം വരുമോന്ന് നോക്കാം. അങ്ങനെ ബോധം വരുവാണെങ്കിൽ ഇവനെ പറഞ്ഞു വിട്ടേക്കാനൊക്കെ പറയാണ്. അങ്ങനെ ബാലനും ഗോമതിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയം ആനന്ദിന്റെ സമനില തെറ്റിയ പോലെയായിരുന്നു ആനന്ദ് പെരുമാറിക്കൊണ്ടിരുന്നേ. കുഞ്ഞിന് വാങ്ങിച്ച കുഞ്ഞുടുപ്പം മേടിച്ചുകൊണ്ട് ആനന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പൊലിമ്പിക്കൂടെ നടക്കുക. ഈ സമയത്ത് മീനാക്ഷി ആകാശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആകാശിനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ആകാശ് പെട്ടെന്ന് തന്നെ ധർമ്മനെയും അതുപോലെ തന്നെ ആരിനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പത്തിന് അവര് ഹോസ്പിറ്റലിലേക്ക് വന്നു. അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആനന്ദ് ഇങ്ങനെ ആകെപ്പാടെ സമനില തെറ്റിമട്ടി നടക്കുന്ന കാഴ്ചയെ കണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ആനന്ദിന്റെ അടുത്ത് വന്നിട്ട് ആരിനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആനന്ദേട്ട സമാധാനമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല, കുഞ്ഞിനെ തിരികെ കിട്ടും, ശ്രീദേവിജിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആനന്ദൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പ്രതീക്ഷയായിരുന്നു. ആനന്ദ് അത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നേ.
ശ്രീദേവിയെ വീട്ടിലേക്ക് രണ്ടാമത് തിരികെ കൊണ്ടുവന്നത് പോലും ഈ കുഞ്ഞുണ്ടെന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ആകാശ് എന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മീനു, എന്താ സംഭവിച്ചേ? മീനു പറഞ്ഞു, അത് പിന്നെ ബാത്റൂമിൽ തെന്നി വീണാന്ന് പറഞ്ഞു. തെന്നി വീണാന്ന് പറയാനേ പറ്റുകൊണ്ടായിരുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. വീട്ടിലെ സ്ഥിതിഗതികൾ എങ്ങനെയായിരുന്നു എന്തൊന്നും അറിയത്തില്ല. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിയൊക്കെ അങ്ങോട്ട് ഓടി വരുവാണ് ഹോസ്പിറ്റലിലേക്ക്. വന്നിട്ട് മീനാക്ഷി എടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തായി മീനു, ദേവമോൾ എന്തിയെ, ദേവമോളെ കണ്ടോ, ദേവമോളും കുഞ്ഞു സുഖമായിരിക്കണോ? 100 ചോദ്യങ്ങളായിരുന്നു. അത് ഡോക്ടർ ഒന്ന് വന്നായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കാന്ന് പറഞ്ഞു, ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടത്തോടുകൂടി ഗോമതി കരയാണ്. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടറോട് ഗോമതി ചോദിച്ചു, ഡോക്ടർ എങ്ങനെയുണ്ട് എന്റെ ദേവമോളും കുഞ്ഞും രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ഒരു പ്രതീക്ഷയ്ക്കുള്ള വക അവർക്ക് കിട്ടി. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ദേവിക്ക് വേണ്ടിയിട്ട് ഗോമതിയൊക്കെ മനോരി പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ ഒരാവത്തും വരത്തില്ലേ, കുഞ്ഞിനെ അമ്മയെ ഞങ്ങൾക്ക് തന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആനന്ദ് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആനന്ദം വല്ലാത്ത ടെൻഷനിലായിരുന്നു. ബാലൻ പിന്നീട് ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. ആനന്ദിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കില്ലേ, ഒന്നും സംഭവിക്കില്ല ദേവമോൾക്ക്, നീ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും അച്ഛാ, ഞാനിത് കണ്ടില്ലേ, എന്റെ കുഞ്ഞിന് വേണ്ടി ഉടുപ്പും വാങ്ങിക്കൊണ്ട് വന്ന എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക്. നമ്മളെല്ലാരും എത്ര കാത്തിരുന്ന, ഓരോ നിമിഷം തള്ളി നീക്കുന്ന ഓരോ ദിവസവും ഞാൻ എണ്ണിയെ തീർക്കുന്നേ, ഇനി എത്ര ദിവസം കഴിഞ്ഞാലും എന്റെ കുഞ്ഞു വരുന്നേന്ന്. എന്നാലും വെച്ചാ ഇങ്ങനെ ആയി പോയല്ലോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, നീ ഇങ്ങനെ തളർന്നു പോയാലോ, ഒരിക്കലും തളർന്നു പോവരുത്, എന്ത് വന്നാലും നമ്മളതൊക്കെ തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ആനന്ദിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സുകന്യയുടെ അനുമോള് പറഞ്ഞു, ചേച്ചി ഇനിയിപ്പോ എന്തേലും പിന്നെ സംഭവിക്കുമോ അലോകിന്, എനിക്കറിയില്ല. ഇതെങ്ങാനും കൃഷ്ണമംഗലത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ, അറിയാലോ പിന്നെ എന്താ സംഭവിക്കണമെന്ന്. ഇതുപോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങള്. അതിന് പറഞ്ഞു, ഞാൻ കാരണമല്ലേ, എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാരണമല്ലേ ഉണ്ടായിരിക്കുന്നേ. ഇവനൊന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു, രക്ഷപ്പെട്ടു പോയാ മതിയായിരുന്നു, അങ്ങനെ രക്ഷപ്പെട്ടാ പിന്നെ സമാധാനമായാനും. സുകന്യ പറഞ്ഞു, രക്ഷപ്പെട്ടാലും ഇനിയിപ്പോ കൃഷ്ണമംഗലംകാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോ അനുമോട് പറഞ്ഞു, ഇവനോട് ആരെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ, ഞാൻ ഇവന്റെ കാലെ കയ്യെ പിടിച്ചാ പറഞ്ഞാ വരണ്ടാന്ന്. ഇവനോട് വന്നപ്പോഴും പോയിക്കൊള്ളാൻ പറഞ്ഞല്ലേ, ഏത് സമയത്താണോ എന്തോ. ഞാൻ ഈ കുടുംബത്തോട് ചെയ്ത വലിയ ചതിയായിപ്പോയി, ശ്രീദേവേച്ചിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കോ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം. സുകന്യ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ എല്ലാവരും അക്ഷമരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്തായതൊന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഇറങ്ങി വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് മാക്സിമം ശ്രമിച്ചു, പക്ഷെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്കും മീനാക്ഷിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആനന്ദ് ഇത് എങ്ങനെ ഉൾക്കൊള്ളും? അതോടൊപ്പം തന്നെ ശ്രീദേവിയോട് ഇതെങ്ങനെ പറയും? കുഞ്ഞു പോയെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവിയുടെ മനോനില എങ്ങനെയായിരിക്കും? ശ്രീദേവിയുടെ വീട്ടുകാരെ എങ്ങനെ അറിയിക്കും? അവർക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വല്ലാതെ തകർന്നു പോയി അവര്. അപ്പോഴേക്കും ബാലൻ വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? കാരണം ആനന്ദിനോട് ആര് പറയും? ആനന്ദ് ഇത് അറിഞ്ഞു കഴിയുമ്പോ എങ്ങനെയായിരിക്കും? അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് വന്നു. ആനന്ദ് വന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞേ, എന്താ എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ ആനന്ദേട്ടാ. ആ സമയം ആകാശ് വന്ന് ആനന്ദിനെ അങ്ങോട്ട് പിടിച്ചു കയ്യിലേക്ക്. ആനന്ദേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്താ ആകാശക്കാര്യം, എന്റെ കുഞ്ഞിനെങ്ങനെയുണ്ട്? അത് പിന്നെ ആനന്ദേട്ടാ ഇനിയിപ്പം പ്രതീക്ഷകളൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ ആനന്ദ് ഒറ്റ കരച്ചിലായിരുന്നു. പിന്നീട് അലമുറ ഇട്ടുകൊണ്ട് ആ ഡ്രസ്സൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കുഞ്ഞിന് വേണ്ടി വാങ്ങിയത്. ഇല്ല, എനിക്കിപ്പൊ തന്നെ കാണണം, എനിക്ക് ശ്രീദേവിയെ കാണണം, എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, എന്റെ കുഞ്ഞു പോയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുവാണ്. അപ്പോഴേക്കും അവിടുന്ന് സെക്യൂരിറ്റിക്കാരും അവരൊക്കെ വന്നു. അവരൊക്കെ ഓടി വന്നു. അട്ടന്മാരൊക്കെ വന്നിട്ട് ആനന്ദിനെ പിടിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ട്. കാരണം ആനന്ദ് അമ്മാതിരി അവസ്ഥയിലായിരുന്നു. ഇനി എന്തെങ്കിലും സെഡേഷൻ എന്തെങ്കിലും കൊടുക്കാതെ ആനന്ദിന് അതിനകത്തുനിന്ന് മുക്തി നേടാൻ പറ്റില്ലെന്ന് അവർക്കും മനസ്സിലായി. അങ്ങനെ ആനന്ദിനെ അവർ കൂട്ടിക്കൊണ്ട് പോവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ ഒക്കെ കണ്ണ് നിറഞ്ഞു പോയി. ആർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ആ സമയം മീനാക്ഷി വന്നിട്ട് ആകാശിനോട് പറഞ്ഞു, ആകാശേട്ടാ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാണ്. മീനുവിന്റെ ഉള്ളില് അലോകിനെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അലോകിന് എന്താ എങ്ങനെയാന്നും അറിയത്തുമില്ല.
പിന്നീട് ആകാശ് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും മീനു, നീ ഇങ്ങനെ തളർന്നു പോയാലോ എന്ന് ചോദിച്ചു. പിന്നീട് മീനു ഓർത്തു, ശരിയാ, ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ ധൈര്യം കൊടുക്കേണ്ടത് താനാണ്. എല്ലാരും തളർന്നുപോയി. അമ്മയും അച്ഛനും ഒക്കെ ആണല്ലേ ശരി, ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. പിന്നീട് ഗോമതിയൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് അനുമോളുടെ കോള് വരുന്നത്. അനുമോള് മീനാക്ഷിയെ വിളിക്കുകയാണ്. മീനാക്ഷിയെ വിളിച്ചിട്ട് ചോദിച്ചു, മീനാക്ഷി ചേച്ചി എങ്ങനെയുണ്ട്? ശ്രീദേവിച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേ? കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ല അല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ അനു, അത് ശ്രീദേവി വെച്ചൊരു കുഞ്ഞു പോയെന്ന് പറഞ്ഞു, അബോർഷനായി പോയെന്ന് പറഞ്ഞു. പോയെന്നോ? അനുമോള് ഒരു ഞെട്ടലായിരുന്നു, വിശ്വസിക്കാൻ പറ്റിയില്ല. അനുമോളുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴേക്ക് പോയി. പെട്ടെന്ന് സുകന്യ വന്നിട്ട് ചോദിച്ചു, എന്താനു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് ആനന്ദേട്ടനെ ശ്രീദേവിച്ചന് കുഞ്ഞ് അബോർഷനായി പോയെന്ന്. അബോർഷൻ ആയെന്നോ? എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ശ്രീദേവിയുടെ വീട്ടുകാരോട് എന്തു പറയും? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യക്കും ടെൻഷനായി. അവരൊക്കെ വന്ന് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. ശ്രീദേവിയുടെ കുഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് കോമതി മീനാക്ഷിയോട് പറഞ്ഞു, മീനു എനിക്ക് ദേവിമോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അമ്മേ, ദേവി ചേച്ചിനെ ഇപ്പൊ കണ്ടിട്ടുണ്ട്, ദേവി ചേച്ചിനെ എന്താ പറയണേ? കുഞ്ഞു പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി ചേച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഗോമതി എന്ത് തന്നെയാണെങ്കിലും അവളോട് കാര്യങ്ങൾ പറയണ്ടേ, പാവം എന്റെ മോൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതിയും കരയുവാണ്. ഇനിയിപ്പൊ ദേവി ഇത് അറിഞ്ഞു കഴിയുമ്പോ എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ദേവിയുടെ ഏക പ്രതീക്ഷയായിരുന്നു ആ ദേവമംഗലത്ത് നിൽക്കാനുള്ള ആ കുഞ്ഞ് പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ആനന്ദ് എങ്ങനെ പ്രതികരിക്കും? കാരണം ആനന്ദ് ദേവിയെ തിരികെ വീട്ടിൽ കൊണ്ടുപോയി വിടുമെന്ന് അറിയത്തില്ല. കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ് ദേവമംഗലത്ത് നിർത്തിയത് പോലും. ഇനിയിപ്പം അലോക് രക്ഷപ്പെടുവോ, അതോ ഇനിയിപ്പോ അലോകിന്റെ കാര്യത്തിൽ ബാലിന് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.